നമുക്ക് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. മത്തായി 7-ാം അധ്യായം 21-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. യേശുവിനെ കർത്താവെന്നും ദൈവത്തെ പിതാവെന്നും അഭിസംബോധന ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വാക്കുകളെക്കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. വായിക്കുമ്പോൾ ഇത് മനസ്സിൽ വെച്ചില്ലെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ്. നിങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം. നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം. ഈ ലോകത്തിൽ നിങ്ങളെ കബളിപ്പിക്കുകയോ വഞ്ചിക്കപ്പെടുകയോ ചെയ്യാവുന്ന നിരവധി മാർഗങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വഞ്ചിക്കപ്പെടുമ്പോൾ എന്നതാണ്. അത്തരം വഞ്ചനയിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് പ്രധാനമാണ്. ഇവിടെയുള്ള ഈ വാക്കുകൾ വളരെ വിചിത്രമാണല്ലേ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. യേശു ഈ വാക്കുകൾ പറഞ്ഞു. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ഇഹലോക ജീവിതത്തിലെ നിങ്ങളുടെ പ്രവൃത്തികൾ ദൈവഹിത പ്രകാരമാണെന്ന് സ്വയം ചോദിക്കുന്നു. ഇത് നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നതായി കണ്ടാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഇത് വെറുതെ ഒതുക്കേണ്ട ഒരു വിഷയമല്ല എന്നതിനാൽ നിങ്ങൾ ദൈവഹിതമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് സ്വയം ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾ സൂക്ഷ്മമായും കൃത്രിമമായും പരിഗണിക്കേണ്ട ഒരു ചോദ്യമാണിത്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ, നിങ്ങൾ കുറച്ച് മത്സ്യം കഴിക്കുമ്പോൾ നിങ്ങളുടെ തൊണ്ടയിൽ മുള്ളു കുടുങ്ങുന്നത് പോലെ നിങ്ങളെ അലട്ടുന്ന നിരവധി വാക്യങ്ങൾ നിങ്ങൾ കാണും. എന്നാൽ ഈ വിഷയത്തിലും ഇത് ബാധകമാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുന്നു സ്വയം യേശുവിൽ അർപ്പിതമായ വിശ്വാസമായി കണക്കാക്കി നിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്ന് കരുതി. എന്നാൽ ഒരു ദിവസം നിങ്ങൾ ബൈബിൾ വായിക്കുന്നു, നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ കഴിയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇതൊരു മുള്ളുപോലെ നിങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നു. ബൈബിൾ എബ്രായർ 4-ാം അധ്യായം 12-ാം വാക്യം, ദൈവവചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു. ദൈവവചനം ആദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് അതിൽ പ്രവർത്തിക്കുകയും അത് കുത്തനെ തുളച്ചു കയറുകയും വേണം. ഒരു ശസ്ത്രക്രിയ വിദഗ്ധൻ ഒരു സ്കാൽപ്പലെടുത്ത് ചർമ്മം മുറിക്കുമ്പോൾ ശരീരത്തിനുള്ളിലെ എല്ലാ രോഗങ്ങളും മുറിവുകളും വെളിപ്പെടും. അതുപോലെ ദൈവവചനം ഇരുതല മൂർച്ചയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയുള്ളതാണെന്ന് ബൈബിൾ പറയുന്നു. അതിനാൽ ഉള്ളിലെ എല്ലാ അഴിമതി, മാലിന്യം, തിന്മ, മാലിന്യങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുവാൻ അത് ആത്മാവിലേക്ക് തുളച്ചു കയറേണ്ടതുണ്ട്. അത്തരം ശസ്ത്രക്രിയയിലൂടെ കടന്നു പോകാതെ നിങ്ങൾക്ക് യഥാർത്ഥമായി ചികിത്സയോട് പ്രതികരിക്കാൻ കഴിയില്ല. സദൃശവാക്യം 12-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ്റെ ആത്മാവ് രോഗത്തിൽ സഹിക്കുവാൻ കഴിയും, എന്നാൽ തകർന്ന ആത്മാവിന് ആർക്ക് സഹിക്കുവാൻ കഴിയും? നരകത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ രോഗമാണ് ആത്മാവിൻ്റെ രോഗം. നരകത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ രോഗം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രോഗമാണ്. അതിനാൽ നിങ്ങളുടെ ആത്മാവിന് അസുഖമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വസ്തുത മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടും ആളുകൾക്ക് അത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. അതവർ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു, ഉച്ചഭക്ഷണം കഴിക്കുന്നു, അത്താഴം കഴിക്കുന്നു, രാത്രി ഉറങ്ങുന്നു.
ഒരു എലിച്ചക്രം ചക്രവർത്തി ചുറ്റിക്കറങ്ങുന്നത് പോലെ അവർ ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നു. അവർ ഇത് നന്നായി ചെയ്യുമെന്നും തങ്ങൾ നല്ലതും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ ചിന്തിക്കാൻ എളുപ്പമല്ല, പക്ഷേ അതങ്ങനെയല്ല. ഇപ്പോൾ 22-ാം വാക്യം നമുക്ക് വായിക്കാം. കർത്താവേ, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അവരോട് ഞാൻ പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. ഇവിടെ ശരാശരി വ്യക്തിയേക്കാൾ അസാധാരണമാം വിധം വലിയ വിശ്വാസമുള്ള ആളുകൾ നമുക്കുണ്ട്. എന്നാൽ ചില ദിവസം, ആ ദിവസം യേശു ആ ഭൂമിയിലേക്ക് മടങ്ങുന്ന ദിവസമാണ്. നാം എല്ലാവരും അവൻ്റെ മുൻപിൽ നിൽക്കണം. ആ സമയത്ത് ഇത്രയും വലിയ വിശ്വാസമുള്ള ആ ആളുകളോട് യേശു പറയും, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. എന്നെ വിട്ടു പോകുവിൻ. അവർ നരകത്തിൽ പോകും. എന്തുകൊണ്ടാണത്? പണ്ട് ഞാനൊരു പ്രസ്ബിറ്റേറിയൻ പള്ളിയുടെ പാസ്റ്ററായി ജീവിക്കുമ്പോൾ ഈ ഭാഗത്തിന് എന്നോട് ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ കരുതി. എന്നാൽ പിന്നീട് ഈ വാക്കുകൾ യഥാർത്ഥത്തിൽ എനിക്ക് ബാധകമാണെന്ന് ഞാൻ മനസ്സിലാക്കി. കർത്താവിൻ്റെ നാമത്തിൽ പ്രവചിച്ച ആളുകളെക്കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പോൾ അത് ദൈവവചനം പ്രസംഗിക്കുന്നവരെ പരാമർശിക്കുന്നു. എന്നിട്ട് നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. ഒരിക്കൽ ഞാനൊരു ഭൂതത്തെ പുറത്താക്കി. ആ സമയത്ത് ഞാൻ വീണ്ടും ജനിച്ചില്ലെങ്കിലും ഞാനൊരു ഭൂതത്തെ പുറത്താക്കി. അവർ അനേക ഭൂതങ്ങൾ പ്രവർത്തിച്ചുവെന്ന് പറയുന്നു. എന്ന് ഇവിടെ പറയുമ്പോൾ അവർ അനേകവിധം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അവർ അന്യ ഭാഷ സംസാരിച്ചു. ആളുകളുടെ മേൽ കൈവച്ചപ്പോൾ രോഗികൾ സൗഖ്യമാകി. ഈ കാര്യങ്ങളെല്ലാം അത്ഭുതമായി നടക്കുന്നു. ഇത് ഈ ആളുകൾക്കുള്ളൊരു സാധാരണ വിശ്വാസം മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് വലിയ വിശ്വാസമുള്ള ആളുകളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുക. എന്നാൽ മടങ്ങി വരുമ്പോൾ അവർ യേശുവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്നാൽ അവർ പറയുന്നു അവർ ദുഷ്പ്രവൃത്തിക്കാരാണ് ആയിരുന്നുവെന്ന് ഇവിടെ പറയുന്നു. എന്നാൽ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ദുഷ്ടന്മാർ. എന്നാൽ അത് വിചിത്രമാണ്. അത്ഭുതങ്ങൾ പലതും ചെയ്തുവെന്ന് അന്നേ ദിവസം പറയുന്നവർക്ക് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ദുഷ്പ്രവൃത്തിക്കാരെ എന്നെ വിട്ട് പോകുവിനെന്ന് പറയുന്നു. എന്നെ വിട്ട് പോകുവിൻ, നിങ്ങൾ നഗരത്തിൽ അവസാനിക്കും. എന്തുകൊണ്ടാണ് ഇതെന്ന് നിങ്ങൾ കരുതുന്നു? അതിനാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിലൂടെ നടപ്പാക്കപ്പെടുന്ന സമയങ്ങളുണ്ട്, അല്ലാത്ത സമയങ്ങളുമുണ്ട്. ഞാൻ വിശദീകരിക്കാം. ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ ആത്മാവും ദേഹിയും ശരീരവും ചേർന്നതാണ്. ആദം പാപം ചെയ്തപ്പോൾ തീർച്ചയായും അവൻ്റെ ആത്മാവ് മരിച്ചു. എന്നാൽ അവൻ്റെ ആത്മാവിൻ്റെ ശക്തിയും പരിമിതമായി തീർന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആത്മാവ് വളരെ ശക്തമായിരുന്നു. ആ ശക്തി അവൻ്റെ ആത്മാവിലുണ്ടായിരുന്നു. നമ്മുടെ ആധുനിക നാഗരികതയിൽ നവോത്ഥാന കാലഘട്ടത്തെ തുടർന്ന് മനുഷ്യാത്മാവിൻ്റെ ലോകം വളരെയധികം വികസിച്ചു. അതിനാൽ ആത്മാവിൻ്റെ കാര്യം വരുമ്പോൾ ആത്മാവിൽ ബുദ്ധിയും മറ്റുവിധ ശക്തികളും അടങ്ങിയിരിക്കുന്നു. ക്രമേണ ഇവ വികസിച്ചതിനാൽ ശാസ്ത്രീയമായി പറഞ്ഞാൽ മനുഷ്യനെ ചന്ദ്രനിലേക്കും തിരിച്ചും സഞ്ചരിക്കുവാൻ കഴിയും. കമ്പ്യൂട്ടറുകളും ആണവായുധങ്ങളും നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇത് വികസനത്തിൻ്റെ കാലഘട്ടമാണ്. എന്നാൽ ആത്മാവിൻ്റെ ശക്തി ഒരു നിഗൂഢമായ രീതിയിൽ വികസിക്കുമ്പോൾ മനുഷ്യന് രോഗങ്ങളെ സുഖപ്പെടുത്തുവാനും കഴിയും. ഈ കാര്യങ്ങൾ ക്രിസ്തുമതത്തിൽ പ്രവേശിച്ചു. കൈകൾ വെച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ അസുഖം സുഖപ്പെടുത്തുവാൻ അവർക്ക് കഴിയും. ഇതിനേക്കാൾ വിചിത്രമായ കാര്യങ്ങൾ പോലും സംഭവിക്കുന്നു. ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. എന്നാൽ ഇവ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഇത് തിന്മ ചെയ്യുന്നതെന്ന് പറയുന്നത്. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തിയെ സംയോജിപ്പിക്കുന്ന മനസ്സിൻ്റെ ഒരു പ്രക്രിയ ഉപയോഗിച്ചാണ് അവ ചെയ്യുന്നത്. ഈ പ്രവർത്തനങ്ങൾ ദുഷ്പ്രവൃത്തികളാണ്. പിശാചുകളെ തുരത്തുമ്പോൾ ആ സമയത്ത് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ നരകത്തിൽ പോകുമായിരുന്നു. കാരണം ഇവിടെ വിവച്ചിരിക്കുന്ന ആളുകളെ പോലെയായിരുന്നു ഞാനും. അതിനാൽ സത്യവും അസത്യവും തമ്മിൽ വിവേചിക്കുന്നതാണ് സത്യം.
നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്നാണ് ഇതിനർത്ഥം. ഈ ദിവസങ്ങളിൽ തങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് കേൾക്കുന്നിടത്തെല്ലാം ഉണർവ് യോഗങ്ങൾക്കായി ഒഴുകുന്നു. അവരവിടെ സാക്ഷ്യം വഹിക്കുന്നത് അവളെ അത്ഭുതപ്പെടുത്തുന്നു. എന്നാൽ നിങ്ങൾ വളരെ ജാഗ്രതരായിരിക്കണം. എന്താണ് ഇതിന് പ്രശ്നം? നിങ്ങളുടെ ആത്മാവിലെ അസുഖം ശരിക്കും സുഖപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. നിങ്ങളുടെ ഉള്ളിലെ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ പാപികളായ സ്വയം പാപത്തിൽ നിന്ന് പൂർണ്ണമായി മോചിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇപ്രകാരം മോചിക്കപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് വലിയ പ്രശ്നം. ഇല്ലെങ്കിൽ മിക്കവാറും നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. നമുക്ക് മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. പതിനെട്ടാം വാക്യം. മത്തായി 13-ന്റെ 18-ാം വാക്യം. എന്നാൽ വിതയ്ക്കുന്നവൻ്റെ ഉപമ കേട്ടുകൊള്ളുവിൻ. ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്ര വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. ഇവിടെ പറയുന്നത് നോക്കൂ. ഇത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപമയാണ്. വിതയ്ക്കുന്നവൻ്റെ ഉപമ ഉപയോഗിച്ചാണ് യേശു സ്വർഗരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചത്. വിത്ത് ദൈവവചനമാണ്. ഹൃദയത്തിൽ വിതയ്ക്കപ്പെടുന്ന ദൈവവചനമാണ് വിത്ത്. ആദ്യത്തെ തരം ഹൃദയം വഴി പോലെയുള്ളതാണ്. ദൃഢവും കടുപ്പമേറിയതുമാകുന്നവരെ റോഡിലൂടെ കയറി ഇറങ്ങി നടക്കുന്നവർ ചവിട്ടിമെതിച്ച ഇടമാണ് വഴി. അത്തരമൊരു ഹൃദയമുള്ളവർ ഒരാൾ ബൈബിളിലെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. എന്നാൽ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കാത്തതിനാൽ പക്ഷികൾ വന്ന് അവയെ വിഴുങ്ങുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പിശാച് അവരെ തട്ടിയെടുക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ഇല്ലേ? 19-ാം വാക്യത്തിൽ ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാനാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. ഇത് ഹൃദയം കഠിനമായ ഒരു വ്യക്തിയാണ്. ബൈബിളിനെക്കുറിച്ച് തനിക്ക് ഇതിനകം തന്നെ അറിയാമെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണിത്. ഒരു വ്യക്തി തത്വചിന്തകളും സിദ്ധാന്തങ്ങളും ധാർമ്മികതകളും കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയം പൂർണ്ണമായും കഠിനമായി തീർന്നു. അവൻ ഈ വാക്കുകൾ ശ്രദ്ധിച്ചാലും അവ അവൻ്റെ ഹൃദയത്തിൽ പതിയില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. വാക്യം 20. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു. എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഈ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഇതുപോലുള്ള നിരവധി ആളുകളെ നാം കണ്ടുമുട്ടുന്നു. അവർ വളരെ താല്പര്യത്തോടെയും ഹൃദയത്തിൻ്റെ സന്തോഷത്തോടെയും കേൾക്കുന്നു. ഇതുപോലൊന്നും മുമ്പ് കേട്ടിട്ടില്ലെന്നവർ പറയുന്നു. ഓ, ഇപ്പോൾ ഞാനും രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അവർ കരുതുന്നു. എന്നാൽ ഇത് യഥാർത്ഥ രക്ഷയല്ല. ആദ്യം അവർ വളരെ സജീവമാണ്. എന്നാൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അവർ ഉടൻ തന്നെ പിന്തിരിയുന്നു. മണ്ണ് ആഴമില്ലാത്തതിനാലും അടിയിൽ പാറകളുടെ ഒരു പാളിയുള്ളതിനാലും ഒന്നും വേര് പിടിക്കുവാൻ കഴിയുന്നില്ല. ഇതാണ് അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ. ഇനി മൂന്നാമത്തെ തരം വ്യക്തിയെ നമുക്ക് നോക്കാം. വാക്യം 22. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായിത്തീരുന്നതാകുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ് നോക്കൂ. മുള്ളുകൾ പോലുള്ള ഹൃദയമാണിത്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മുഴുവനുമായി വ്യാപൃതനായ ഒരു ഹൃദയമാണ്. ബിസിനസ് കാര്യങ്ങൾ, ജീവിതം വിജയിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ, ഉപജീവനം നടത്തുന്നതിനെക്കുറിച്ച് ചിന്തകൾ, ഈ ആകുലതകളെല്ലാം കാരണം ഹൃദയം മുള്ളുകൾ പോലെ കുഴഞ്ഞു വീഴുന്നു. വാക്കുകൾക്ക് ഫലം കഴിക്കുവാൻ കഴിയില്ലെന്ന് അതിൽ പറയുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് വിശദീകരിക്കാം. നമ്മളിപ്പോൾ ഈ പ്രഭാഷണങ്ങളുടെ പാതി വഴിയിലാണ്. ബൈബിളിനെക്കുറിച്ചുള്ള ഈ സംസാരങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വയലിൽ കൃഷി ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഹൃദയം ബൈബിളിലെ വാക്കുകൾ സ്വീകരിക്കുന്നതിന് അത് ശാന്തതയും വിനയവുമായിരിക്കണം. അത്തരത്തിലുള്ള ഹൃദയമാണ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്.
ഇനി നാലാമത്തെ ഉദാഹരണം നോക്കാം. വാക്യം 23. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. ഇവിടെ പറയുന്നത് നോക്കൂ, നല്ല മണ്ണ്. ഏതു തരം മണ്ണാണ് നല്ല മണ്ണ്? എളിമയുള്ള, പശ്ചാത്തപിക്കുന്ന ഹൃദയം, സത്യം അന്വേഷിക്കുന്ന ഹൃദയമാണ്. അത്തരമൊരു ഹൃദയത്തിൽ വിത്ത് വീഴുമ്പോൾ അത് ഉടനടി മുളച്ച് ധാരാളം വിളവെടുക്കുന്നു. എന്നാൽ ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് ഏതു തരം ഹൃദയമുണ്ടായിരുന്നാലും നിങ്ങൾ ഇപ്പോൾ ബൈബിളിലെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഫലപുഷ്ടിയുമായ മണ്ണ് പോലെയാകും. നല്ല മണ്ണിൽ വീഴുന്ന വിത്ത് വചനം കേൾക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളെ സൂചിപ്പിക്കുന്നു. ഇന്നിവിടെ പറയുന്നു, അത് ഗ്രഹിക്കുന്നവൻ. ബൈബിളിലെ വാക്കുകൾ നിങ്ങൾ ഉള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നു. നിങ്ങളുടെ പാപത്തെ സംബന്ധിച്ചോ മറ്റു പല കാര്യങ്ങളെ സംബന്ധിച്ചോ ഉള്ള പ്രശ്നം ഇത് മനസ്സിലാക്കുക എന്നതുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ധാരണ നിങ്ങൾ അനുഭവിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ വീണ്ടും ജനിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ലഭിച്ചവരെ ദൈവങ്ങളെന്ന് വിളിക്കുന്നു. ഒരു ദൈവികമാകുക എന്നത് ദൈവവചനത്തിലെ സത്യം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ദൈവവചനത്തിലെ സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ വീണ്ടും ജനിക്കുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ ചുരുളഴിക്കുവാനുള്ള താക്കോൽ 5-ാം അധ്യായമാണെന്ന് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു. 7 മുദ്രകൾ എന്തായിരുന്നു? ദൈവം ഈ ലോകത്തെ ആദാമിനെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ആദം അത് പിശാചിന് വിറ്റപ്പോൾ ഇടപാടിനുള്ള പ്രവൃത്തികൾ 7 മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്ന ചുരുളിൻ്റെ രൂപമെടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. 7 മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്ന ഉള്ളടക്കങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നിന്ന് നാം കാണുന്നത്. പിശാച് കൈക്കലാക്കി ഈ ലോകത്തെ യേശു വില കൊടുത്ത് വീണ്ടെടുക്കുന്ന ദൃശ്യമാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ മുദ്ര, 2-ാമത്തെ മുദ്ര, അങ്ങനെ പലതുമുണ്ട്. ഓരോ തവണയും ഒരു മുദ്ര പൊട്ടിയാൽ പിശാചിന് വില നൽകപ്പെടുന്നത് പോലെ ഈ ലോകത്തിൻ്റെ വിധിയുടെ ഒരു രംഗം നമുക്ക് അവതരിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ ഞാനിത് നിങ്ങളോട് വിശദീകരിച്ചു. 13-ാം അധ്യായത്തിൽ കടലിൽ നിന്ന് ഒരു മൃഗം വരുന്നതായി ദാനിയേൽ 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന 4 മൃഗങ്ങളിൽ അവസാനത്തേത് ഈ മൃഗമെന്ന് നാം വിശദീകരിച്ചു. പിന്നെ ഈ ലോകം, ഇതാണ് 7 വർഷത്തെ കഷ്ടകാലം. 7 വർഷങ്ങൾ 2ആയി വിഭജിക്കും. ആദ്യത്തെ 3.5 വർഷവും രണ്ടാമത്തെ 3.5 വർഷവും. നമ്മൾ മുൻപോട്ട് പോകുന്നതിന് മുമ്പ് ഈ 7 വർഷത്തെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി സംസാരിക്കും. പഴയ നിയമത്തിൽ ദാനിയേൽ 9-ാം അധ്യായം, ദാനിയേൽ 9-ാം അധ്യായം, ഞാൻ 20-ാം വാക്യം മുതൽ വായിക്കാം. ദാനിയേൽ 9-ാം അധ്യായം 20-ാം വാക്യം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ പാപവും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപവും ഏറ്റുപറയുകയും എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ പർവ്വതത്തിന് വേണ്ടി എൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യയാഗത്തിൽ നേരത്ത് എന്നോട് അടുത്തു വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞ എന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. നീ ഏറ്റവും പ്രിയനാകിയാൽ നിൻ്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ കുറച്ച് വിശദീകരിക്കാം. ഏകദേശം 600 BC-യിൽ ഇസ്രായേൽ ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് പോകേണ്ടതായി വന്നു. അവരവരുടെ പ്രവാസകാലം ബാബിലോണിലും പിന്നീട് പേർഷ്യയുടെ കീഴിലുമായിരുന്നു. ദാനിയേലും അങ്ങോട്ട് പോകേണ്ടതായിട്ട് വന്നു.
അതിനുശേഷം പേർഷ്യയുടെ കീഴിൽ വന്നു. എന്നാൽ ഒരു ദിവസം ദാനിയേൽ യെരമ്യയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പ്രവാസകാലം 70 വർഷമെന്ന് ദാനിയേലിന് മനസ്സിലായി. അതുകൊണ്ട് ദാനിയേൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ്, ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഗബ്രിയേൽ ദൂതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് കടന്നു വന്ന് ദാനിയേലിന് അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചുവെന്ന് പറയുന്നു. ഇതാണ് ഈ ഭാഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് ഗബ്രിയേൽ ദാനിയേൽ സന്നിധിയിലേക്ക് കടന്നു വന്ന് പറയുന്നു, ഞാൻ നിനക്കൊരു നല്ലൊരു വാർത്തയുമായി ഞാൻ വന്നിരിക്കുന്നു. 24 വാക്യം നമുക്ക് വായിക്കാം. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ഇസ്രായേലിയർക്കായി ഒരു നിശ്ചിത സമയം നിശ്ചയിച്ചിരിക്കുന്നു. ആ സമയം 70 ആഴ്ചവട്ടമായിരുന്നു. അങ്ങനെ 70 ആഴ്ചവട്ടം 7 ദിവസത്തെ ആഴ്ചയിൽ 7 മടങ്ങ് കടന്നു പോകുമ്പോൾ 7 തവണ 7 49 അതിനാൽ ഇത് 490 490 ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്? ഇവിടെ നോക്കാം. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ആ 70 ആഴ്ചവട്ടം അവസാനിക്കുമ്പോൾ അത് പറയുന്നു, പാപങ്ങളെ മുദ്രയിടുവാൻ ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ അവസാനിക്കുമെന്നാണ്. അപ്പോൾ ലോകം പാപരഹിതമായിരിക്കും. അതിക്രമത്തെ തടസ്സം ചെയ്യുവാൻ ശാശ്വതമായ മോചനമുണ്ടാകും. ദർശനവും പ്രവാചനവും മുദ്രയിടാൻ എല്ലാ പ്രവചനങ്ങളും നിറവേറും. ഇതാണ് പറയുന്നത്. അപ്പോൾ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറപ്പെടും. ഇതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ എന്താണ് ഈ 490 ദിവസം? സംഖ്യാപുസ്തകത്തിലും യെഹെസ്കേൽ 4 അധ്യായത്തിലും ഒരു ദിവസം ഒരു വർഷമായി കണക്കാക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 490 വർഷമാണ് ഇവിടെ. ഈ സമയം മുതൽ 490 വർഷം കഴിയുമ്പോൾ പാപം ഈ ലോകത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. യേശു രാജാവായി മടങ്ങി വരും. അതാണ് ഇതിൻ്റെ അർത്ഥം. അവൻ എന്തിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്? ഇപ്പോൾ വാക്യം 25 നോക്കുക. വാക്യം 25, അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ പണിയും. ഇവിടെ എന്താണ് പറയുന്നത്? യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ എന്ന് വെച്ചാൽ 490 വർഷം ശേഷം യേശു മടങ്ങി വരും. വീണ്ടും പഴയ നിയമത്തിൽ നെഹമ്യയുടെ പുസ്തകം നമുക്ക് നോക്കാം. ഇത് പഴയ നിയമത്തിലാണ്. നെഹമ്യ 2 അധ്യായം. നെഹമ്യ 2 അധ്യായം. ഞാൻ 1 വാക്യം മുതൽ വായിക്കാം. നെഹമ്യ 2 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 2 അധ്യായം 1 മുതൽ. അർത്ഥശഷ്ട രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുൻപാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനം ഒന്നുമില്ലല്ലോ. ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു. രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. രാജാവ് എന്നോട്, നിൻ്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുൻപിൽ ദയ ലഭിച്ചുവെങ്കിൽ
അടിനെ യഹൂദായിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തിച്ചു. അതിന് രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരും എന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയ്യപ്പൻ രാജാവിന് സമ്മതമായി. ഞാനൊരു അവധിയും പറഞ്ഞു. നമുക്കിവിടെ വരെ മാത്രം വായിക്കാം. ബാബിലോണിയൻ സാമ്രാജ്യം നശിപ്പിച്ച പേർഷ്യൻ സാമ്രാജ്യത്തിലെ അർത്ഥശഷ്ഠ രാജാവിൻ്റെ കാലത്ത് വീഞ്ഞുണ്ടാക്കി രാജാവിന് വിളമ്പുക എന്നതാണ് പ്രവാചകനായ നെഹമ്യയുടെ ചുമതലയിലായിരുന്നു. അതും അക്കാലത്ത് കാര്യമായി ഉത്തരവാദിത്തമുള്ള ഒരു പദവിയായിരുന്നു. നെഹമ്യ യഹൂദയിൽ ഒരു പ്രവാചകനായിരുന്നു. ഒരു ദിവസം യെരുശലേം പൂർണ്ണമായി നശിച്ചുപോയതായി നെഹമ്യാവ് കേട്ടു. രാജാവിന് വീഞ്ഞ് വിളമ്പുവാൻ പോയപ്പോൾ അവൻ ആശങ്കകുലനായിരുന്നു. അതുകൊണ്ട് അർത്ഥശഷ്ഠ രാജാവ് പറഞ്ഞു, നിങ്ങൾ എന്തിനെയോക്കുറിച്ച് ആകുലപ്പെടുന്നതായി തോന്നുന്നു? അതുകൊണ്ട് പ്രവാചകനായ നെഹമ്യ പറഞ്ഞു, എൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നഗരമായ യെരുശലേം നശിപ്പിക്കപ്പെടുകയും നശിച്ചു കിടക്കുകയും ചെയ്യുന്നു. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? അപ്പോൾ രാജാവ് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അതുകൊണ്ട് നെഹമ്യ പറഞ്ഞു, ദയവായി എന്നെ അവിടേക്ക് അയക്കണമേ. അങ്ങനെ എനിക്ക് നഗരം പുനർനിർമ്മിക്കുവാൻ കഴിയും. അതിനാൽ നഗരം പണിയുവാനും നഗരം പുനർനിർമ്മിക്കുവാനും അർത്ഥശഷ്ഠ രാജാവ് കൽപ്പന നൽകി. ഇത് ഏകദേശം 445 BC-യിലായിരുന്നു. 445 BC. അതിനാൽ BC 445 മുതൽ 490 വർഷം കഴിഞ്ഞാൽ യേശു മടങ്ങി വരും. ലോകത്ത് ഇനി പാപമുണ്ടാകിയില്ല. എല്ലാ പ്രവചനങ്ങളും നിറവേറും. നമുക്ക് ദാനിയേൽ അധ്യായം 9 വാക്യം 25. ദാനിയേൽ അധ്യായം 9 വാക്യം 25 തിരിക്കാം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരുശലേമിലെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. ഇവിടെ എന്താണ് പറയുന്നത്? 7 ആഴ്ചവട്ടം. 7 ആഴ്ചവട്ടം എന്നത് 49 വർഷമാണ്. അതിനുശേഷം 49 വർഷങ്ങൾക്ക് ശേഷം യെരുശലേം നഗരത്തിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയായി. പിന്നെ അടുത്തത് 62 ആഴ്ചവട്ടം. 62 ആഴ്ചവട്ടം. ഇതുകൂടി ചേർത്താൽ 483 വർഷമാകും. ഇപ്പോൾ അത് 483 വർഷമാണെങ്കിൽ അത് 490 നിന്ന് കുറച്ച് വർഷങ്ങൾ കുറവാണ്, അല്ലേ? 7 വർഷം കാണാതെയായി. ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കൂ. വാക്യം 25. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവന് ആരും ഇല്ലെന്ന് വരും. അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ അത് യേശുവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യേശുവിനെ ക്രിസ്തു എന്ന് വിളിക്കുന്നു. ക്രിസ്തു എന്നാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥമാക്കുന്നത്. പഴയ നിയമത്തിൽ അഭിഷേകം വഴി നിയമിക്കപ്പെട്ട 3 ചുമതലകളുണ്ടായിരുന്നു. ആദ്യത്തേത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരെ നിയമിച്ചപ്പോൾ അവരുടെ തലയിൽ എണ്ണയൊഴിച്ചു. അടുത്തത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർ അവരുടെ സ്ഥാനങ്ങളിൽ അഭിഷേകം ചെയ്യപ്പെട്ടു. രാജാക്കന്മാരെ നിയമിച്ചപ്പോൾ അവരെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. ഇത് പുതിയ നിയമകാലത്തെ പരിശുദ്ധാത്മാവിന് തുല്യമാണ്. ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ടാണ് യേശു പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചത്. അവൻ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രാവെന്ന പോലെ അവൻ്റെ മേൽ വന്നു. ഇതിനർത്ഥം അവന് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു എന്നാണ്. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു പ്രവാചകനായി ഇവിടെ ഉണ്ടായിരുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ശേഷം അവൻ ഇപ്പോൾ അവിടെ പുരോഹിതനായിരിക്കുന്നു. എന്നാൽ ഇവിടെ അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറയുമ്പോൾ യേശു കുരിശിൽ മരിക്കുമെന്നാണ്. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടച്ചനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെയായിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശുവിൻ്റെ കുരിശിലെ മരണശേഷം ഇസ്രായേലിൻ്റെ ചരിത്രം അവസാനിച്ചു. ഇത് യഥാർത്ഥത്തിൽ AD 70 സംഭവിച്ചത്. എന്നാൽ യേശുവിൻ്റെ കുരിശിലെ മരണത്തിലൂടെ കാര്യങ്ങൾ അവസാനിച്ചു. അതിനാൽ ഇവിടെ നോക്കൂ,
ഈ കാലയളവ് ഇവിടെ ഒരു വിടവ് സൃഷ്ടിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിൻ്റെ ചരിത്രം ഇല്ലാത്ത ഒരു കാലഘട്ടമാണിത്. അപ്പോൾ നമുക്ക് എത്ര വർഷം കുറവാണ്? എത്ര വർഷം? 483 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിൻ്റെ ചരിത്രം ഇല്ലാതെയായിരുന്നു. അപ്പോൾ 490 വർഷം പൂർത്തിയാക്കാൻ എത്ര വർഷം ആവശ്യമാണ്? അതുകൊണ്ടാണ് ഈ 7 വർഷമുണ്ടാകുന്നത്. ഇനി വാക്യം 27 നോക്കുക. ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഈ അവനാണ് 666 എന്നറിയപ്പെടുന്നത്. അത് ലോകത്തിൻ്റെ ഭരണാധികാരിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു 7 എന്നത് 7 വർഷമാണ്. അവൻ ഇസ്രായേലരുമായി 7 വർഷത്തേക്ക് ഉടമ്പടി ചെയ്യും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ 3.5 വർഷത്തിന് ശേഷം ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കും. അവനിത് നിർത്തലാക്കുമെന്ന് പറയുമ്പോൾ അവൻ ഇസ്രായേലിനെ ഒറ്റിക്കൊടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും. ഉപദ്രവങ്ങളുടെയും ആദ്യ 3 വർഷവും മഹാ ഉപദ്രവത്തിൻ്റെ കാലവും സംഭവിക്കും. അതുകൊണ്ട് ഈ 7 വർഷം വരുമ്പോൾ ഇസ്രായേലിയുടെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നിവൃത്തിയാകുവാൻ ആവശ്യമായ 7 വർഷം വരുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 11-ാം വാക്യം. വെളിപ്പാട് 13:13. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹസർപ്പം എന്ന പോലെ സംസാരിച്ചു. അത് 1-ാമത്തെ മൃഗത്തിൻ്റെ മുൻപാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുമായ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. അത് മനുഷ്യർ കാണുകെ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് തീറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇവിടെ ഭൂമിയിൽ നിന്ന് ഒരു മൃഗം വരുന്നു. 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണപ്പെടുന്ന കടലിൽ നിന്ന് വരുന്ന മൃഗം ലോകത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. ഭൂമിയിൽ നിന്ന് വരുന്ന മൃഗം ഇസ്രായേലിൻ്റെ ഒരു നേതാവിനെ സൂചിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ നടുവിൽ നിന്ന് ഒരു പ്രവാചകൻ എഴുന്നേൽക്കും. ഞാൻ വിശദീകരിക്കാം. മശിഹ എന്നെങ്കിലും വരുമെന്ന് കഴിഞ്ഞ 4000 വർഷമായി ഇസ്രായേൽ വിശ്വസിച്ചിരുന്നു. മശിഹ എന്നത് എബ്രായ പദമാണ്. ക്രിസ്തു എന്നത് ഗ്രീക്ക് പദമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മശിഹായായ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. എന്നാൽ യഹൂദന്മാർ അവനെ മശിഹായി അംഗീകരിച്ചില്ല. അവനെ നിരസിച്ചു. യേശുവിൽ വിശ്വസിക്കാത്ത ഇസ്രായേൽ ജനത ഭാവിയിൽ മശിഹ ഇനിയും വരാനിരിക്കുന്നതായി വിശ്വസിക്കുന്നു. ഏതുതരം മശിഹായാണ് അവർ കാത്തിരിക്കുന്നത്? ഇസ്രായേൽ ജനതയെ രക്ഷിക്കുന്ന ഒരു മശിഹായ്ക്കായി അവർ കാത്തിരിക്കുകയാണ്. ഇതാണ് അവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ മുതൽ നിരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളിത് കാണും. പക്ഷേ ഇസ്രായേൽ തുടർച്ചയായി ലോകം മുഴുവനും ഒരു കോണിലേക്ക് നയിക്കപ്പെടുന്നു. നിങ്ങളിന്ന് ലോകത്തെ നോക്കുകയാണെങ്കിൽ അമേരിക്കയും യൂറോപ്പിൻ്റെ ചില ഭാഗങ്ങളും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതായി നിങ്ങൾക്ക് കാണാം. എന്നാൽ മറ്റു മിക്ക രാജ്യങ്ങളും അറബ് രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു. പിന്നീട് ഇസ്രായേൽ വളരെ പ്രയാസകരവും നിർണായകവുമായ അവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു കാലം വരും. ആ സമയത്ത് ഇസ്രായേലിൻ്റെ പ്രവാചകൻ യൂറോപ്പിലെ ഏകീകൃത രാജ്യങ്ങളുമായി ചേർന്ന് ഒരു വലിയ രാഷ്ട്രം രൂപീകരിക്കും. അതിശക്തമായ അധികാരം കൈക്കൊള്ളുന്ന ഒരു രാഷ്ട്രം. അവർ സഖ്യമുണ്ടാക്കും. ദാനിയേൽ 9-ാം അധ്യായത്തിൽ നാം നേരത്തെ വായിച്ചതുപോലെ അവൻ പലരോടും ഒരു ആഴ്ചവട്ടത്തേക്ക് ഉടമ്പടി ഉറപ്പിക്കും. ആ ഉടമ്പടി ഒരു സഖ്യമാണ്. ആ സഖ്യം രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്ന് ഉയർന്നു വരുന്ന കള്ളപ്രവാചകൻ തങ്ങളെ രക്ഷിക്കുവാനും വന്ന മശിഹ തന്നെയാണെന്ന് ഇസ്രായേൽ ജനതയോട് പ്രഖ്യാപിക്കും. നമ്മൾ വായിച്ച ഭാഗത്തിൽ ഇതാണ് പറയുന്നത്. 11-ാം വാക്യത്തിൽ നാം വീണ്ടും വായിക്കാം. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അത് മഹാസർപ്പം എന്ന പോലെ സംസാരിച്ചു. അവനൊരു മഹാസർപ്പത്തെ പോലെ ഒരു വ്യക്തിയെപ്പോലെ സംസാരിച്ചു. അവൻ ഗംഭീരമായി സംസാരിക്കുമായിരുന്നു അല്ലേ?
അത് ഒന്നാമത്തെ മൃഗത്തിൻ്റെ മുൻപാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുമായ ഒന്നാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. മരിച്ച വ്യക്തിയെ ആരാധിക്കുവാൻ ആളുകളെ പ്രേരിപ്പിച്ചു. തുടർന്ന് അത്ഭുതകരമായി വീണ്ടും ജീവിച്ചു. അടുത്തതായി വാക്യം 13. അത് മനുഷ്യർ കാണുക ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറ് വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. മൃഗത്തിൻ്റെ മുൻപിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ടും പ്രവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിനും പ്രതിമ ഉണ്ടാക്കുവാൻ പ്രവാസികളോട് പറയുകയും ചെയ്യുന്നു. യെരുശലേമിന്റെ തെരുവുകളിൽ അവൻ ഭീകരമായ ഒരു പ്രതിമ പണിയും. അവൻ എല്ലാവരെയും ആരാധിപ്പിക്കും. ഇനി 15-ാം വാക്യം നോക്കുക. മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇതൊരു മനുഷ്യനിർമ്മിത പ്രതിമയാണ്. പക്ഷേ അതിന് സംസാരിക്കുവാൻ കഴിയുന്ന തരത്തിൽ ശ്വാസം നൽകിയിട്ടുണ്ട്. സംസാരിക്കുവാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഈ ഭാഗം അറിയുവാനും അതേക്കുറിച്ച് പ്രസംഗിക്കുവാനും തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേ കഴിഞ്ഞു. അതിനു മുമ്പ് ഒരു പ്രതിമയ്ക്ക് എങ്ങനെ സംസാരിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് വളരെ ആകാംക്ഷയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരു അമേരിക്കൻ സന്ദർശന വേളയിൽ ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറുകൾക്ക് ഒരു സ്വിച്ച് ഫംഗ്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്നതിൽ എനിക്ക് സംശയമില്ല. എനിക്കറിയാവുന്ന ഒരാൾ ഹവായിൽ താമസിച്ചിരുന്നു. അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുകയാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സംസാരിക്കുക എന്നതാണ് തൻ്റെ ജോലി എന്ന് അദ്ദേഹം പറഞ്ഞു. കമ്പ്യൂട്ടറുമായി സംസാരിക്കുമ്പോൾ ഭാരമുള്ള കാൽപ്പാടുകളുള്ള ആരെങ്കിലും സമീപത്തു കൂടെ കടന്നു പോവുകയാണെങ്കിൽ ആരെങ്കിലും അടുത്ത് വരുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അറിയുകയും ആ വ്യക്തിയെ തിരിച്ചറിയുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ വ്യക്തിയുടെ വിവരങ്ങൾ കമ്പ്യൂട്ടർ ശേഖരിച്ചിരിക്കുന്നതിനാണ് ഇത് സാധ്യമായത്. നിങ്ങളുടെ വിവരങ്ങൾ പോലും മിക്കവാറും കമ്പ്യൂട്ടറിൽ നൽകിയിട്ടുണ്ടാകും. ഒരു കമ്പ്യൂട്ടറിന് സംസാരിക്കാൻ കഴിയുമെന്നതിനാൽ അവർ ആ കൂറ്റൻ പ്രതിമ നിർമ്മിച്ച് അതിനുള്ളിൽ ഒരു കമ്പ്യൂട്ടർ സ്ഥാപിച്ചാൽ അതിന് വളരെ ഉച്ചത്തിൽ സംസാരിക്കുവാൻ കഴിയും. ഇത് നമ്മുടെ കൺമുന്നിൽ നടക്കുന്നതാണ്. നിങ്ങളും കാണുന്നു. ഈ വെളിപ്പാട് പുസ്തകം 2000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വാക്കുകൾ ഒടുവിൽ നമ്മുടെ കൺമുൻപിൽ നടക്കുന്നു. അതിനാൽ ബൈബിൾ സത്യമാണ്. ഇനി 16-ാം വാക്യം വായിക്കാം. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലം കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഴിയാതെ വണ്ണം ആക്കും. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. ഈ വാക്കുകളും 1900-ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയതാണ്. എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ കൺമുൻപിൽ നടക്കുന്നു. ആളുകൾക്ക് അവരുടെ നെറ്റിയിൽ ഒരു അടയാളം ലഭിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ്? 666 എന്ന സംഖ്യ ഒരു ലോക ഭരണാധികാരിയുടെ പേരാണ്. നമുക്ക് അത് വീണ്ടും വായിക്കാം. അതിനാൽ അവർക്ക് മൃഗത്തിൻ്റെ പേര് ഒരു ലോക ഭരണാധികാരിയുടെ പേരാണ്. മൃഗത്തിൻ്റെ പേര് അല്ലെങ്കിൽ അതിൻ്റെ പേരിൻ്റെ സംഖ്യ എന്ന ഈ അടയാളമില്ലെങ്കിൽ അവർക്ക് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല. പേരൊരു നമ്പറായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 18-ാം വാക്യം നമുക്ക് വായിക്കാം. ഇതിൽ ജ്ഞാനം ആവശ്യമാണ്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അതിൻ്റെ സംഖ്യ 666. ഒരു പുരുഷൻ്റെ സംഖ്യ 666 എന്ന് പറയുന്നു.
എന്താണ് ഇതിൻ്റെ അർത്ഥം? ബൈബിളിൽ അക്കങ്ങൾക്ക് അർത്ഥമുണ്ട്. ത്രിയേക ദൈവമായ പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഒരു പരാമർശമാണ് 3-ാം നമ്പർ. അപ്പോൾ 4-ാം നമ്പർ ലോകത്തിലെ പ്രതിനിധീകരിക്കുന്നു. 4-ൻ്റെയും 3-ൻ്റെയും ആകെത്തുക 7 ബൈബിൾ വീക്ഷണത്തിൽ 7 എന്ന സംഖ്യ ഒരു പൂർണ്ണ സംഖ്യയാണ്. എന്നെ മനുഷ്യൻ്റെ കാര്യമോ? മനുഷ്യൻ അപൂർണനാണ്. അതിനാൽ 6 എന്ന സംഖ്യ മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഇവിടെ പറയുന്നത് 6 6 6 എന്നാണ്. എന്താണ് ഇതിനർത്ഥം? ഇതിനർത്ഥം മനുഷ്യൻ ദൈവമാകുന്നതാണ്. 3 എന്ന സംഖ്യ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നു. അതിനർത്ഥം മനുഷ്യൻ ദൈവമായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഇതാണ് എതിർ ക്രിസ്തുവും ലോകത്തിൻ്റെ ഭരണാധികാരിയും. ദയവായി ഇവിടെ ഒരു മാർക്കർ വയ്ക്കുക. നമുക്ക് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഇത് പുതിയ നിയമത്തിലാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയായവൻ ഇവിടെയുണ്ട്. അതാണ് എതിർ ക്രിസ്തു, ലോകത്തിൻ്റെ ഭരണാധികാരി. അധർമ്മമൂർത്തിയും വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇവിടെ എന്താണ് പറയുന്നത്? അവൻ തന്നെ താൻ ദൈവാലയത്തിൽ വയ്ക്കുന്നു. അവൻ ദൈവമാണെന്ന് പറയുന്നത്, അവൻ ദൈവമാണെന്ന് തന്നെ താൻ പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് 666 എന്ന സംഖ്യ ഒരു മനുഷ്യനെ സൂചിപ്പിക്കുന്നു. 3 ദൈവമാണ്. അതിനാൽ 666 അർത്ഥമാക്കുന്നത് ഒരു മനുഷ്യൻ ദൈവമാകുന്നു എന്നതാണ്. അവൻ ആലയത്തിൽ നിലയുറപ്പിച്ചു, ഞാൻ ദൈവമെന്ന് പറയും. ഇസ്രായേലർ അവനർ തങ്ങളെ മശിഹായായി ആരാധിക്കും. ലോകത്തിൻ്റെ ഈ ഭരണാധികാരി യെരുശലേമിൽ പ്രവേശിക്കുകയും ആലയത്തിൽ സ്വയം പ്രതിഷ്ഠിക്കുകയും താൻ ദൈവമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യും. അതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അവൻ്റെ പേര് 666. എല്ലാവർക്കും ഈ അടയാളം ലഭിക്കേണ്ടതുണ്ട്. കൂടാതെ ഒരു വ്യക്തിക്ക് അതില്ലാതെ അതിജീവിക്കുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണത്? കാരണം അയാൾക്ക് വാങ്ങാനോ വിൽക്കുവാനോ കഴിയില്ല. ഒരു വ്യക്തിക്ക് ഒന്നും വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുകയില്ല. നിങ്ങൾക്കൊന്നും വാങ്ങുവാൻ കഴിയുകയില്ല. അങ്ങനെ അത്യന്തികമായി നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെടും. ഇതുമൂലം അടയാളം ലഭിക്കുവാൻ എല്ലാവരും നെട്ടോട്ടം ഓടും. നിങ്ങൾക്ക് അടയാളം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് പണമൊന്നും ആവശ്യമാകുകയില്ല. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളുടെ വേതനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരും. അതായത് ഈ അടയാളമുള്ളവർക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ശേഖരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റിയിലോ കയ്യിലോ അടയാളമുള്ളതിനാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ വാങ്ങലുകളെല്ലാം സ്വയമേ കണക്കാക്കുകയും ചാർജ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ അർത്ഥം, നിങ്ങൾ വിമാനത്തിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങളുടെ വലം കൈയിൽ അടയാളമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതിന് നിങ്ങളുടെ കൈ സ്കാൻ ചെയ്യുക. നിങ്ങൾക്ക് കയറുവാൻ കഴിയും. അടയാളം നിങ്ങളുടെ പണമായിരിക്കും. അത് വളരെ സൗകര്യപ്രദമായ സമയമായിരിക്കും. ഞാനൊരു ഫോട്ടോ കാണിക്കാം. ഈ മാസിക സ്റ്റേൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ജർമ്മൻ മാഗസിനാണ്. ഈ മാഗസിനുടെ കവർ ഒരു ബാർകോഡ് കാണിക്കുന്നു. ചുവപ്പിൽ ഇതൊരു ബാർകോഡാണ്. ഈ മാർക്ക് ലഭിക്കുന്നവരുടെ കാര്യം ചർച്ച ചെയ്യുന്ന ഒരു ലേഖനം ഈ മാഗസിനിലുണ്ട്. ഇപ്പോൾ ഇത് നോക്കുക. ഈ മാഗസിൻ 1984 പ്രസിദ്ധീകരിച്ചതാണ്. ഇവിടെ നോക്കിയാൽ ഇക്കൂട്ടരുടെ തലയിൽ ബാർകോഡുകളുണ്ടെന്ന് കാണാം. 1984 ജർമ്മനിയിൽ ഒരു സെൻസസ് നടന്നു. അതിൽ 84 വ്യത്യസ്ത ചോദ്യങ്ങളുണ്ടായിരുന്നു.
1988 നവംബർ 5 കൊറിയൻ ചോസൂൻ പത്രത്തിൽ നിന്നുള്ള ഒരു ലേഖനമാണിത്. കൊറിയയിലും ഇത് നേരത്തെ തന്നെ നടന്നിട്ടുണ്ട്. എല്ലാ പൗരന്മാരുടെയും 78 വ്യക്തിഗത വിശദാംശങ്ങളുടെയും കമ്പ്യൂട്ടറൈസ്ഡ് റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി എന്നാണ് ഇവിടെയുള്ള തലക്കെട്ട്. കൊറിയയിലും ഓരോ വ്യക്തിയുടെയും 78 വ്യക്തിഗത വിവരങ്ങളുടെ ശേഖരണം സൃഷ്ടിക്കാൻ രഹസ്യ അന്വേഷണങ്ങൾ നടത്തിയതായി തോന്നുന്നു. എന്നാൽ എതിർപ്പ് ശക്തമായതിനാൽ അവർ ഇത് ഔദ്യോഗികമായി നടപ്പാക്കിയില്ല. ജർമ്മനിയിലും നിരവധി ആളുകൾ ഇതിനെതിരെ എതിർത്തിരുന്നു. ഓരോ വ്യക്തിയുടെയും നെറ്റിയിലോ കയ്യിലോ ഒരു അടയാളം ഇടുക എന്നതാണ് സെൻസസിന് പിന്നിലെ ലക്ഷ്യമെന്ന് അവകാശപ്പെടുന്ന ഒരു ലേഖനം അക്കാലത്ത് ഈ മാസിക പ്രസിദ്ധീകരിച്ചു. ബൈബിൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അവ വ്യക്തമായി സംഭവിക്കുന്നു. ഭാവിയിൽ എല്ലാവർക്കും ഈ അടയാളം ലഭിക്കും. അവരോട് വന്ന് അടയാളം വാങ്ങുവാൻ പറഞ്ഞാൽ അവർ ഭക്ഷണ റേഷൻ സ്വീകരിക്കുവാൻ വരി നിൽക്കുന്നത് പോലെ വരിയിൽ നിൽക്കും. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? നമുക്ക് വെളിപ്പാട് അധ്യായം 14 തിരിക്കാം. വെളിപ്പാട് 14 വാക്യം 9. മൂന്നാമത്തെ വേറൊരു ദൂതൻ അവർ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിന് മുൻപാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിന് മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകിയില്ല. ഇവിടെ പറയുന്നത് നോക്കുക. നെറ്റിയിലോ കയ്യിലോ അടയാളം ലഭിക്കുന്ന എല്ലാവരും നരകത്തിൽ പോകുമെന്ന് ഇതിൽ പറയുന്നു. അവരെല്ലാം നരകത്തിൽ പോകും. എന്തുകൊണ്ടാണത്? അവരെല്ലാം നരകത്തിൽ പോകും. എന്തുകൊണ്ടാണത്? കാരണം നിങ്ങളുടെ നെറ്റിയിലോ കയ്യിലോ അടയാളം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ 660 സ്വത്താണെന്ന് സൂചിപ്പിക്കും. 666 എതിർ ക്രിസ്തുവാണ്. ക്രിസ്തുവിനെ എതിർക്കുന്നത് എതിർ ക്രിസ്തുവാണ്. അവൻ പിശാചിൻ്റെ ഉപകരണമാണ്. യേശു മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രനായതുപോലെ മനുഷ്യരൂപത്തിൽ വരുന്ന സാത്താനാണ് എതിർ ക്രിസ്തു. അതുകൊണ്ടാണ് അവർ പരസ്പരം എതിർക്കുന്നത്. അതുകൊണ്ട് ഈ അടയാളം ലഭിക്കുന്നവർ അവൻ്റേതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് അടയാളം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നിങ്ങൾക്ക് അടയാളം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് അടയാളം ലഭിച്ചാൽ നിങ്ങൾ നരകത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഈ വചനത്തിലെ വാക്കുകൾ വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, അത് കേൾക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇതിനെക്കുറിച്ച് അറിയാതെയാണ് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ജീവിതം നയിച്ചത്. ഈ വസ്തുത അറിയുന്നതാണ് ജ്ഞാനം എന്ന് ഇവിടെ വിവരിക്കുന്നത്. വാക്യം 18 നോക്കുക, 13:18. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ 666. ഈ വസ്തുത അറിയുന്നത് ജ്ഞാനമാണ്. അതുകൊണ്ട് ഇനി ഈ അടയാളം വാങ്ങാതെ അതിജീവിക്കുവാനുള്ള വഴി കണ്ടെത്തണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടയാളം ലഭിക്കുന്നത് സ്വമേധയാ ആയിരിക്കുമെന്നതാണ്. എന്തുകൊണ്ടാണത്? കാരണം അത് വളരെ സൗകര്യപ്രദമായിരിക്കും. ഇത് വളരെ സൗകര്യപ്രദമായതിനാൽ ഈ അടയാളം ലഭിക്കാൻ എല്ലാവരും സ്വമേധയാ മുന്നോട്ട് വരും.
എന്നാൽ പോയി ഈ അടയാളം സ്വീകരിക്കുവാൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ അത് ചെയ്യുമോ? ആ സാഹചര്യത്തിൽ അടയാളം ലഭിക്കാതെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുവാൻ പോകുന്നത്? ഈ പ്രശ്നം പരിഹരിക്കുവാനുള്ള വഴി ബൈബിളിൽ കണ്ടെത്തുന്നതിലാണ് ഈ വാക്കുകൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടതും അറിയുന്നത് പോലും ഒരനുഗ്രഹമാണ്. നിങ്ങൾക്ക് അതിജീവിക്കുവാനുള്ള വഴി തേടാൻ കഴിയുന്നതിനാൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തിരക്കേറിയ തെരുവുകളിൽ നിങ്ങൾ കാണുന്ന മിന്നുന്ന നിയോൺ അടയാളങ്ങളെല്ലാം ഉണ്ട്. ഇവയെല്ലാം നമ്മുടെ പെരിഫറൽ ഞരമ്പുകളെ മരവിപ്പിക്കുന്നു. അവരുടെ പ്രതാപത്തിൽ നാം ആകൃഷ്ടരാകുന്നു. ഈ ലഹരിയിൽ നിന്ന് സ്വയം ഇളകാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ ജീവിക്കുവാൻ കാലഘട്ടം അങ്ങനെയാണ്. ഈ രീതിയിൽ പിശാച് ആളുകളെ തകർത്തുകയും നരകത്തിലേക്ക് പാതയിലൂടെ അവരെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ നമ്മളിവിടെ സംസാരിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ അവർ കടന്നു പോകുന്നു. ഒരിക്കൽ ഞാൻ ജപ്പാനിൽ പോയി ഇത്തരത്തിലൊരു മീറ്റിംഗ് നടത്തുവാൻ. ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഓടിച്ചിരുന്ന കാറിൻ്റെ നിലവിലെ സ്ഥാനവും ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനവും പ്രദർശിപ്പിക്കുന്ന മാപ്പുള്ള ഒരു സ്ക്രീൻ ഉണ്ടായിരുന്നു. സ്ക്രീൻ ഒരു ഉപഗ്രഹവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാലാണ് ഇത് സാധ്യമായത്. എന്നാൽ ഈ ഭാവിയിൽ ജനം അവരുടെ കയ്യിലോ നെറ്റിമേലോ അടയാളം സ്വീകരിച്ചാൽ അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുവാൻ തക്കോണം കഴിയും. അവരെവിടെ പോയാലും എന്ത് ചെയ്താലും ഇതെല്ലാം അവരെ ട്രാക്ക് ചെയ്യുവാൻ തക്കോണം സാറ്റലൈറ്റ് മൂലം നമുക്ക് കഴിയും. സാധാരണ കാലങ്ങളിൽ മാത്രമല്ല നാം ജീവിക്കുന്നത്. സമൂലമായ അന്ത്യത്തിലേക്ക് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനാൽ ലോകമെമ്പാടും എതിർ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ലോക ഭരണാധികാരിക്ക് കമ്പ്യൂട്ടറുകൾ വഴിയും നെറ്റിയിലോ കയ്യിലോ ഉള്ള അടയാളം ഉപയോഗിച്ച് എല്ലാവരെയും ചലനങ്ങൾ ട്രാക്ക് ചെയ്യുവാൻ കഴിയും. അതെല്ലാവരും സ്വീകരിക്കുവാൻ ബാധ്യസ്ഥരായിരിക്കും. ഇങ്ങനെ അവൻ ലോകത്തെ നിയന്ത്രിക്കും. തൽഫലമായി ആളുകൾക്ക് ഇത് സഹിക്കുവാൻ കഴിയാത്തതിനാൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും. നമുക്ക് വെളിപ്പാട് 16 അധ്യായത്തിലേക്ക് തിരിക്കാം. വെളിപ്പാട് 16 അധ്യായം അതിൻ്റെ 12 വാക്യം. ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലും ഉള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവന് ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹെർമഗദ്ദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ഹെർമഗദ്ദോൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. അപ്പോൾ ഹെർമഗദ്ദോൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾ മെഡിറ്ററേനിയൻ തീരത്ത് വടക്കോട്ട് യാത്ര ചെയ്താൽ പർവ്വതങ്ങൾ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ എത്തുന്നത്. ഇവിടെയാണ് ഹൈഫ തുറമുഖം നഗരം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഹൈഫയിൽ നിന്ന് 1 മണിക്കൂറോളം കാറിൽ യാത്ര ചെയ്താൽ വനങ്ങളാൽ പടർന്നു കിടക്കുന്ന ഭൂമി നിങ്ങൾ കണ്ടെത്തും. തുടർന്ന് ഒരു കുന്ന് പ്രത്യക്ഷപ്പെടും. ആ കുന്നിൽ ഇതുപോലെയുള്ള ഒരു അടയാളം നിങ്ങൾ കണ്ടെത്തും. ഇതാണ് അടയാളം. അതിൽ മെഗിദ്ദോ എന്ന് പറയുന്ന, ഇതിനർത്ഥം ഹെർമഗദ്ദോൻ എന്നാണ്. ചരിത്രത്തിൻ്റെ ഗതിയിൽ അവസാന യുദ്ധം നടക്കുമെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന സ്ഥലമാണെന്ന് അടയാളം പറയുന്നു. അതിനാൽ മാപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാർബർ നഗരമായ ഹൈഫയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം നിങ്ങൾ കാറിൽ ഉള്ളിലേക്ക് യാത്ര ചെയ്താൽ നിങ്ങൾ വളരെ വിശാലമായ ഒരു തടത്തിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയില്ല. പക്ഷേ തടത്തിൻ്റെ മറുവശത്ത് നസ്രത്തിലെ യേശു വളർന്ന നസ്രേത്ത് പട്ടണമുണ്ട്.
ഇത് വളരെ വിശാലമായൊരു തടമാണ്. ഇവിടെയാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ അവസാന യുദ്ധം, ഹർമഗദോൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നത്. അപ്പോൾ ആ യുദ്ധത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് പരസ്പരം പോരടിക്കുന്നത്? നമുക്ക് 12-ാം വാക്യം നോക്കാം. 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. ഗൾഫ് യുദ്ധം നടന്ന പ്രദേശത്താണ് യൂഫ്രട്ടീസ് നദി. ഇതാണ് പെർഷ്യൻ ഗൾഫ്. പെർഷ്യൻ ഗൾഫിലേക്ക് ഒഴുകുന്ന 2 നദികളുണ്ട്. അവസാനം ഒരു നദിയായി മാറുന്നു. വടക്ക് ടൈഗ്രീസ് നദിയും തെക്ക് യൂഫ്രട്ടീസ് നദിയുമാണ്. ഈ 2 നദികൾക്കിടയിലാണ് ബാഗ്ദാദ് നഗരം സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർക്ക് വഴിയൊരുക്കാൻ, കിഴക്ക് നിന്നുള്ള സൈന്യങ്ങൾക്ക് വഴി തുറക്കാൻ ഈ വെള്ളം വറ്റിപ്പോകുമെന്ന് ഇവിടെ പറയുന്നു. ഫാർ-ഈസ്റ്റിലെ എല്ലാ സൈന്യങ്ങളും സംയോജിപ്പിക്കും. എല്ലാ യുവാക്കളും സേനയെ കൂട്ടിച്ചേർക്കും. കാരണം അവർക്കെല്ലാം അവരുടെ നെറ്റിയിലോ കയ്യിലോ അടയാളം ലഭിച്ചിരിക്കും. അവർ നിരന്തരം നിരീക്ഷിക്കപ്പെടുന്നതിനാൽ അവർ അത് അസഹനീയമാണെന്ന് കണ്ടെത്തുകയും അമിതമായി നിരാശപ്പെടുകയും ചെയ്യും. കാരണം അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവർ എപ്പോഴും നിരീക്ഷിക്കപ്പെടുന്നു. അങ്ങനെ അവർ എതിർ ക്രിസ്തുവിരിക്കുന്ന യെരുശലേമിലേക്ക് നീങ്ങും. എന്നാൽ യെരുശലേമിലെത്താൻ അവർ ആദ്യം യൂഫ്രട്ടീസ് നദി മുറിച്ചു കടക്കണം. അവർ യൂഫ്രട്ടീസ് കടക്കണം. ഞാൻ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ലേഖനം ഇവിടെയുണ്ട്. ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഹിമാലയം തുളച്ചു കയറുന്ന റോഡ് എന്നാണ്. പർവ്വതങ്ങൾക്ക് താഴെയുള്ള ഒരു റോഡിൻ്റെ ചിത്രമാണിത്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നയിക്കുന്ന ഹിമാലയൻ മലനിരകൾക്ക് താഴെ ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തിയായിരുന്നു. ഇത് തുരങ്കത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണിക്കുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലേഖനം കൂടിയുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് ഒരു യാത്രയിലായിരുന്നപ്പോൾ ആരോ എനിക്കിത് തന്നതാണ്. ഇവിടെ പറയുന്നത് നോക്കൂ. സിൽക്ക് റോഡിലേക്കുള്ള സന്ദർശകർക്ക് ചൈന വഴിയൊരുക്കുന്നു എന്ന് അതിൽ പറയുന്നു. ചൈന പട്ടുപാത സ്ഥാപിക്കുന്ന ജോലികൾ ആരംഭിച്ചതായി ഈ ലേഖനത്തിൽ പറയുന്നു. ഇതെല്ലാം ഒരുക്കങ്ങളുടെ ഭാഗമായി നമുക്ക് കാണാം. ഞാൻ മറ്റൊരു ലേഖനം കാണിക്കാം. ഇപ്പോൾ ഇത് നോക്കൂ. യൂഫ്രട്ടീസ് വെള്ളത്തിന് മേലുള്ള പോരാട്ടം എന്നാണ് തലക്കെട്ട്. ഇവിടെ നോക്കിയാൽ അട്ടത്തൂർക്ക് ഡാം കാണാം. അട്ടത്തൂർക്ക് അണക്കെട്ട് യൂഫ്രട്ടീസ് നദിയുടെ വടക്കൻ ഭാഗത്താണ് തുർക്കി സ്ഥിതി ചെയ്യുന്നത്. തുർക്കിയിൽ നിന്നും സിറിയയിലൂടെയും ഇറാഖിലേക്കും ഒഴുകുന്നു. ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റും. ഈ അണക്കെട്ട് പൂർത്തിയാകുന്നതോടെ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റും. അപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള സഖ്യസേനകൾക്ക് യൂഫ്രട്ടീസ് കടക്കാൻ ടാങ്കുകളിലോ ട്രക്കുകളിലോ യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ നദി വറ്റി വരേണ്ടത്. നദിയിലെ വെള്ളം ഇതിനകം വറ്റിത്തുടങ്ങി. വർഷങ്ങൾ മുമ്പ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രവചന വചനങ്ങൾ എല്ലാം എഴുതിയതുപോലെ തന്നെ ഓരോന്നായി നിവർത്തിയേറുകയാണ്. ചെറിയ ഒരു തെറ്റുപോലുമില്ല. ഈ സംഭവങ്ങളെല്ലാം ദൈവം സംഘടിപ്പിക്കുന്നതാണ്. ഇതെല്ലാം ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ബോധം വരണമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? നമ്മൾ ഇതുവരെ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ കഴിയില്ല. നമുക്ക് വെളിപ്പാട് 16-ാം അധ്യായത്തിലേക്ക് മടങ്ങാം. 13-ാം വാക്യം. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഇവിടെ പറയുന്നത് നോക്കൂ. ഇവിടെ നമുക്ക് മഹാസർപ്പവും മൃഗവും കള്ളപ്രവാചകനുമുണ്ട്. ഇതൊരു തൃത്വമാണ്.
പിശാചിൻ്റെ തൃത്വം, മഹാസർപ്പം സാത്താനും മൃഗം എതിർ ക്രിസ്തുവും കള്ളപ്രവാചകൻ ഇസ്രായേലിൻ്റെ നേതാവുമാണ്. ഈ 3 പേരും ഒരു തൃത്വത്തെ രൂപപ്പെടുത്തുന്നു. ഇവരുടെ നുണകളാൽ അവർ ലോകത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടും. 14-ാം വാക്യം നോക്കുക. ഇവർ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ, ഇവിടെ രാജാക്കന്മാരെക്കുറിച്ച് പറയുന്നത് സായുധ സേനയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. അതിനാൽ ഏഷ്യയിൽ നിന്നുള്ള സൈന്യം അവരുടെ വഴിയിൽ വരുന്നുവെന്ന് എതിർ ക്രിസ്തു കേൾക്കുമ്പോൾ അവൻ അടയാളങ്ങൾ കാണിക്കുകയും അവർക്കെതിരെ പോരാടുന്നതിൽ ലോകമെമ്പാടുമുള്ള സൈന്യങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അതിനാൽ ആദ്യം ഈ യുദ്ധം ഏഷ്യയിലെ സൈന്യങ്ങളും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുടെ സൈന്യവും തമ്മിലായിരിക്കും. അങ്ങനെ പരസ്പരം പോരടിക്കുന്ന പടയാളികളുടെ ഒരു വലിയ സംഖ്യ ഉണ്ടാകും. യുദ്ധം അതിൻ്റെ പാരമത്യത്തിലെത്തുമ്പോൾ യേശു വരും. അത് 15-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഏതു തരം വസ്ത്രമാണ് ധരിക്കേണ്ടത്? നന്നായി. യുദ്ധം അതിൻ്റെ പാരമത്യത്തിലെത്തുമ്പോൾ യേശു മടങ്ങി വരും. എന്നാൽ നഗ്നരായവർക്ക് അവൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയുകയില്ല. യെശയ്യാ 61-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവൻ എന്നെ രക്ഷയുടെ വസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. നാം രക്ഷയുടെ വസ്ത്രം ധരിക്കണം. നമുക്ക് പഴയ നിയമത്തിലേക്ക് തിരിക്കാം. സെഖര്യാവ് അധ്യായം 14. സെഖര്യാവ് അധ്യായം 14. സെഖര്യാവ് അധ്യായം 14. സെഖര്യാവ് അധ്യായം 14 വാക്യം 1. അവർ നിന്റെ നടുവിൽ വച്ച് നിന്റെ കൊള്ള വിഭാവിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയടിക്കുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും. ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കൂ. പുതിയ നിയമത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസം എന്ന് പറയുന്നു. ഇത് ഈ ലോകത്തിൻ്റെ അവസാന ദിവസമാണ്. പഴയ നിയമത്തിൽ യഹോവയുടെ ഒരു ദിവസം എന്ന് പറയുന്നു. ഇത് ഹർമഗദോൻ യുദ്ധം അതിൻ്റെ പാരമത്യത്തിലെത്തുന്ന യേശു വീണ്ടും വരുന്ന ദിവസമാണ്. ഇത് കർത്താവിൻ്റെ ദിവസമാണ്. യെരൂശലേമിനെതിരായ യുദ്ധത്തിൽ ജനതകൾ ഒരുമിച്ച് കൂടപ്പെടും. അങ്ങനെ യെരൂശലേം ഒരിക്കൽ കൂടി നശിപ്പിക്കപ്പെടും. ഇത് 3-ാം തവണയാണ് യെരൂശലേം നശിപ്പിക്കപ്പെടുന്നത്. എന്നാൽ അത് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയില്ല. ഇവിടെ വാക്യം 2 നോക്കുക. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും സ്ത്രീകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. 3-ാം വാക്യം, യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും. ഇവിടെ ഇപ്പോൾ പറയുന്നു യഹോവ പുറപ്പെടും. അത് ദൈവത്തിൻ്റെ 2-ാം വരവിനെ സൂചിപ്പിക്കുന്നതാണ്. പുതിയ നിയമത്തിൽ ക്രിസ്തുവായി പ്രത്യക്ഷപ്പെടുന്ന ദൈവമാണ് പഴയ നിയമത്തിലെ കർത്താവായ ദൈവം. യേശു മടങ്ങി വരുമ്പോൾ അവൻ ഇരു സൈന്യങ്ങളെയും പൂർണ്ണമായി നശിപ്പിക്കും. ഇതോടെ വിധിക്ക് വിരാമമാകും. ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ യെരൂശലേമിൽ ഒത്തുചേരും. യേശു മടങ്ങി വരുമ്പോൾ അവൻ അവരുടെ സമ്പൂർണ്ണ നാശം വരുത്തും. ഇവിടെ 14-ാം വാക്യത്തിൽ ഒരു മാർക്കർ വയ്ക്കുക. നമുക്ക് വെളിപ്പാട് 19-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. വെളിപ്പാട് 19-ാം അധ്യായം. ഇത് പുതിയ നിയമത്തിലാണ്.
11 വാക്യം മുതൽ ഞാൻ വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കും, പോരാടുകയും ചെയ്യും. വെളിപ്പാട് 6-ാം അധ്യായത്തിൽ ഒരു വെള്ളക്കുതിരപ്പുറത്ത് കയറുന്ന ഒരു മനുഷ്യനുണ്ട് അല്ലേ? അവൻ എതിർ ക്രിസ്തുവാണ്. ഇവിടെയുള്ള ഭാഗം യേശുവിൻ്റെ 2ാം വരവിനെ വിവരിക്കുന്നു. അവന് വെള്ളക്കുതിരപ്പുറത്ത് കയറി മടങ്ങും. വാക്യം 12. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനമെന്ന് പേർ പറയുന്നു. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതികർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇത് യേശുവിൻ്റെ 2ാം വരവിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ദൂതൻ സൂര്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാബ്ദിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദിവസത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവിൻ എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. അതിനാൽ അവയെല്ലാം മരിക്കുമ്പോൾ ഇരപിടിയൻ പക്ഷികൾ അവയുടെ മാംസത്തിൽ വിരുന്നൊരുക്കും. വാക്യം 19. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. യേശു മടങ്ങി വരുമ്പോൾ പരസ്പരം പോരടിച്ചിരിക്കുന്ന സൈന്യങ്ങൾ യേശുവിനെതിരെ പോരാടുവാൻ ഒന്നിക്കും. എന്നാൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവിനെ മറികടക്കാൻ അവർക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വാക്യം 20. മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. അവർ ആദ്യം പിശാചിൻ്റെ മുമ്പിൽ നരകത്തിലേക്ക് എറിയപ്പെടും. അവരെ ജീവനോടെ നരകത്തിലേക്ക് എറിയപ്പെടും. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്നു. അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു. 20-ാം അധ്യായം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഇതൊരു നിത്യനരകമല്ല. അധ്യായം 20 വാക്യം 10. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകന് കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അതിനാൽ ഇവിടെ പിശാചിനെ നരകത്തിലേക്ക് തള്ളിയിടും. യേശു വീണ്ടും വരുമ്പോൾ എല്ലാ സൈന്യങ്ങളും ഇസ്രായേലിൽ ഒത്തുചേരും. പക്ഷേ അവയെല്ലാം നശിപ്പിക്കപ്പെടും. അപ്പോൾ ഇസ്രായേൽ ദേശത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഇത് വിധിയുടെ സ്ഥലമാണ്. ലോകത്തിലെ മുഴുവൻ സൈന്യങ്ങളും ഒത്തുചേരുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ന്യായവിധിയുടെ സ്ഥലമാണിത്. അതുകൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലർ അവരുടെ ദേശത്തേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നത്. ഇനി നമുക്ക് സെക്കര്യാവ് 14-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. നാലാം വാക്യം. സെക്കര്യാവ് 14-ാം അധ്യായം 4-ാം വാക്യം. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. യേശു സ്വർഗത്തിലേക്ക് കയറിയത് ഒലിവ് മലയിൽ നിന്നാണ്.
അതിനാൽ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നതും ഒലിവുമലയിലേക്കായിരിക്കും. യെരുശലേമിൽ നിന്ന് 2 മൈൽ അകലെ കിദ്രോൻ താഴ്വരയ്ക്ക് കുറുകെയാണ് ഒലിവ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അവിടേക്കാണ് യേശു മടങ്ങി വരുന്നത്. ലോകത്തിലെ എല്ലാ സൈന്യങ്ങളെയും അവൻ നശിപ്പിക്കും. ആ നിമിഷം മുതൽ 1000 വർഷത്തെ രാജ്യം ആരംഭിക്കും. ഈ സമയത്ത് യേശു ലോകം മുഴുവനും ഭരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് അടയാളം ലഭിച്ചാൽ നിങ്ങൾ നരകത്തിലേക്ക് എറിയപ്പെടും. എന്നാൽ നിങ്ങൾക്ക് അടയാളം ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് അതിജീവിക്കുവാൻ കഴിയുകയില്ല. അതിനാൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കുവാൻ കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് അത് സ്വീകരിക്കുവാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ചോദ്യം വരുന്നത്, എങ്ങനെ ഈ പ്രതിസന്ധി നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും? വാക്യം 4 ഒന്നുകൂടി നമുക്ക് വായിക്കാം. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകാം. അപ്പോൾ തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. ഇത് യേശുവിൻ്റെ 2ാം വരവാണ്. അവനോടൊപ്പം എല്ലാ വിശുദ്ധന്മാരും വരും. ഇവിടെ പറയുന്നത് നോക്കൂ. യേശു മടങ്ങി വരുമ്പോൾ ഈ സമയത്ത് ജാതികളുടെ കാലം അവസാനിക്കും. ഈ ലോകത്തിൻ്റെ നിലവിലെ ചരിത്രവും അവസാനിക്കും. എല്ലാ ലംഘനങ്ങളും എല്ലാ പാപങ്ങളും അവസാനിക്കുകയും എല്ലാ പ്രവചനങ്ങളും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ 1000 വർഷത്തെ രാജ്യം ആരംഭിക്കും. 1000 വർഷത്തെ രാജ്യം ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ശക്തിയാൽ രൂപീകരിക്കപ്പെടുന്ന ഒരു പുതിയ ലോകമായിരിക്കും. അങ്ങനെ ആളുകൾക്ക് 1000 വർഷം ജീവിക്കുവാൻ കഴിയും. ഇനി വേദനയോ കഷ്ടപ്പാടുകളോ ഉണ്ടാകില്ല. അമ്മ പ്രസവിച്ചാലും പ്രസവവേദന ഉണ്ടാകില്ല. ആളുകൾ വിത്ത് വിതയ്ക്കുമ്പോൾ യാതൊരു സഹായമില്ലാതെ അവർ സ്വയം വളരുകയും ധാരാളം ധാന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ സമയത്ത് കർത്താവ് വാഴും. ഈ കാലഘട്ടം അവസാനിക്കുമ്പോൾ ശാശ്വതമായ ലോകം ആരംഭിക്കും. എന്നാൽ യേശു വീണ്ടും വരുമ്പോൾ അവൻ തനിച്ചായിരിക്കില്ല. എല്ലാ വിശുദ്ധന്മാരും അവനോടുകൂടെ വരും. ഇതാണ് പ്രശ്നം. അതെങ്ങനെ വരും? നമുക്ക് പുതിയ നിയമത്തിലെ 1 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. ഇത് പുതിയ നിയമത്തിലാണ്. 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 1 തെസ്സലോനിക്കർ 3-ാം അധ്യായം 13-ാം വാക്യം. 13-ാം വാക്യം നമുക്ക് വായിക്കാം. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവം പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശു വീണ്ടും വരും. അവൻ്റെ എല്ലാ വിശുദ്ധന്മാരും അവനോടൊപ്പം വരും. ഭൂമിയിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? യേശുവിൻ്റെ 2ാം വരവ് ഒരു പ്രാവശ്യം മാത്രമേ സംഭവിക്കുകയുള്ളൂ. എന്നാൽ അത് 7 വർഷത്തിനിടയിൽ സംഭവിക്കും. എന്നാൽ ആ 7 വർഷങ്ങളെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യം അവൻ വരുന്നത് മേഘങ്ങളിലായിരിക്കും. അവൻ മേഘത്തിൽ വരും, മധ്യാകാശത്ത് വരും. യേശു മധ്യാകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ സമയത്ത് 7 വർഷത്തെ കഷ്ടത ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണിത്. ഒരു സംഭവം നടക്കും. നമുക്ക് 1 തെസ്സലോനിക്കർ അധ്യായം 4 അതിൻ്റെ 16-ാം വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇവിടെ പറയുന്നത് നോക്കൂ. യേശു മധ്യാകാശത്ത് തിരികെ വരുമ്പോൾ മനുഷ്യരാശിയുടെ മുഴുവൻ ചരിത്രത്തിലും ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടവരും എന്നാൽ മരിച്ചവരുമായ എല്ലാ ആളുകളും ഈ സമയത്ത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടും. ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും.
അവരെല്ലാവരും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും യേശുവിനെ കാണുവാൻ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് 17-ാം വാക്യം വായിക്കാം. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുക, നാം എപ്പോഴും ദൈവത്തോടു കൂടെയായിരിക്കും. ഇപ്പോൾ ഇവിടെ നാം നോക്കുക, ഈ ഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ടവരും ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ ആളുകൾ എല്ലാവരും ഉൽപ്രാവണം പ്രാപിക്കും. ഇപ്പോൾ നമുക്കുള്ള ഈ ശരീരങ്ങൾ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് പോലെ രൂപാന്തരപ്പെടും. അവ ആത്മീയ ശരീരങ്ങളായി മാറും. ഈ രീതിയിൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾക്ക് അടയാളം ലഭിക്കാതെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതിനാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ഇന്നത്തെ ശരീരം പൂർണ്ണമല്ല. അവർ രോഗികളാകുന്നു, അവർ ക്ഷീണിതരാകുന്നു, അവർ മരിക്കുന്നു. ഇതൊരു താൽക്കാലികമാണ്, അപൂർണമാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരം പൂർണ്ണത കൈവരിക്കും. അവർ അനശ്വര ശരീരങ്ങളായി മാറും, ക്ഷീണിക്കാത്ത ശരീരങ്ങളായി രൂപാന്തരപ്പെടും. ഈ അവസ്ഥയിൽ ആകാശമധ്യേ കർത്താവിനെ കണ്ടുമുട്ടുവാൻ നാം ഉയർത്തപ്പെടും. അതിനാൽ നിങ്ങൾക്ക് അടയാളം ലഭിക്കാതെ അതിജീവിക്കുവാൻ കഴിയും. ഈ വഴി നിലവിലിരിക്കുന്നത് കൊണ്ടാണ് ബൈബിൾ അതിനെക്കുറിച്ച് നമ്മോട് പറയുന്നത്. പക്ഷേ ഇതെല്ലാവർക്കും സംഭവിക്കുകയില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമേ സംഭവിക്കൂ. അപ്പോൾ 7 വർഷത്തെ കഷ്ടത ആരംഭിക്കും. എന്നാൽ ആ 7 വർഷം ന്യായവിധിയുടെ കാലഘട്ടമാണ്. രക്ഷിക്കപ്പെടാത്തവരുടെ ലോകത്ത് ഇതേക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ വിഷയത്തെക്കാളും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അപ്പോൾ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരു വ്യക്തി ഈ ഒരു സത്യം മാത്രം കണ്ടെത്തിയാൽ ഈ സമയം വരുമ്പോൾ അവൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെടും. നമുക്ക് 2 തെസ്സലോനിക്കരിലേക്ക് 2-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ വായിക്കാം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലയോ? ഇതാണ് എതിർ ക്രിസ്തു, അല്ലേ? ഇത് എതിർ ക്രിസ്തു തന്നെ. ദൈവം താൻ തന്നെ ദൈവമാണെന്ന് താൻ പ്രഖ്യാപിക്കും. നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലയോ? അവൻ സമയത്തിന് മുൻപേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനെന്ന് പറയുന്നത് 666 ഇവിടെ എന്താണ് പറയുന്നത് നോക്കുക. അവൻ്റെ സമയം വരുമ്പോൾ അവൻ തൻ്റെ യഥാർത്ഥ നിറം കാണിക്കും. അത് പറയുന്നു. അവനെ തടുത്തു നിർത്തുന്നത് എന്താണ്? അവൻ വെളിപ്പെടുവാൻ തക്കൊണ്ട് തടുത്തു നിർത്തുന്നത് എന്താണ്? അവൻ എന്തോ തടുത്തു നിർത്തുന്നു, എന്തോ അവനെ തടയുന്നു. അവൻ വെളിപ്പെടാതെ വണ്ണം തടയുന്നു. ഈ നിയന്ത്രിത ശക്തി പോയി കഴിഞ്ഞാൽ അവൻ്റെ സമയം വരും. അപ്പോഴാണ് ഇരുട്ടിൻ്റെ സമയം വെളിപ്പെടുക. 7-ാം വാക്യം നമുക്ക് വായിക്കാം. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്.
ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അപ്പോൾ ആരാണ് അവനെ ഇപ്പോൾ തടഞ്ഞു നിർത്തുന്നത്? അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് യേശുവിനെ ക്രൂശിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തതിന് ശേഷം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നു. അതിനാൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ലോകത്തിലാണ്. പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് എതിർ ക്രിസ്തുവിന് സ്വയം വെളിപ്പെടുത്തുവാൻ കഴിയാത്തത്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലാണ്. ഒരു പരിധിവരെ രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ മനസാക്ഷിയെ പോലും അവൻ ചലിപ്പിക്കുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ തിന്മയുടെ ശക്തി അതിശക്തമായ ശക്തിയോടെ ഒഴുകുകയാണ്. അതുകൊണ്ടാണ് ഇക്കാലത്ത് ക്രൂരമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. കുട്ടികളെ തട്ടുകൊണ്ടുപോകൽ, ലൈംഗികാതിക്രമം, കവർച്ച, തീകൊളുത്തൽ തുടങ്ങിയ കേസുകളുണ്ട്. അത് നിയന്ത്രിക്കുവാൻ കഴിയാത്തതാണ്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലുണ്ട്. എന്നാൽ ഇപ്പോൾ തിന്മ വലിയ ശക്തിയോടെ ചൊരിയുകയാണ്. എന്നാൽ ഒരു നിശ്ചിത സമയത്ത് പരിശുദ്ധാത്മാവ് കടന്നു പോകും. അതിനാൽ ഈ കാലഘട്ടത്തെ കൃപയുടെ സമയം എന്ന് വിളിക്കുന്നു. കൃപയുടെ സമയം. അതുകൊണ്ട് 2 കൊരിന്ത്യർ 6 പറയുന്നു, ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. ഇപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ പ്രവേശിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആത്മാവ് വികാരത്തിൽ ചലിച്ചേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ പ്രവേശിക്കുമ്പോഴാണ് നിങ്ങൾ വീണ്ടും ജനിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ടാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ പ്രവേശിക്കണം. നമുക്ക് എഫേസ്യർ അധ്യായം 4 തിരിക്കാം. എഫേസ്യർ അധ്യായം 4. വാക്യം. എഫേസ്യർ 4:30. എനിക്ക് ശേഷം ഇത് ആവർത്തിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിനായി ഈ ദിവസം വീണ്ടെടുപ്പിൻ്റെ ദിവസമാണ്. വീണ്ടെടുപ്പിൻ്റെ ദിവസം ഉൽപ്രഭാണത്തിൻ്റെ ദിവസമാണ്. പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തിക്ക് സാത്താൻ്റെ അടയാളം ലഭിക്കുവാൻ കഴിയുകയില്ല. നമുക്ക് എഫേസ്യർ അധ്യായം 1 തിരിക്കാം. 13 വാക്യം. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തം പരിശുദ്ധാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെ നോക്കുക, പരിശുദ്ധാൽ മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തുവെങ്കിൽ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നുവെങ്കിൽ പിശാചിൻ്റെ അടയാളം നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. അതിനാൽ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിലുള്ളിടത്തോളം കാലം അത് കൃപയുടെ കാലമാണ്, രക്ഷയുടെ കാലമാണ്. അതിനാൽ നിങ്ങൾ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ സമയം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പോകും. പരിശുദ്ധാത്മാവ് പോകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടവരെ വെറുതെ വിടും. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ടു പോകും. അതിനാൽ നിങ്ങൾ കാണുന്നു, നിങ്ങൾ ഇപ്പോഴും കൃപയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത്, ഇപ്പോൾ പോലും. എന്നാൽ അത് അവസാനിക്കും. എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. ഉൽപ്രഭാവനം സംഭവിച്ചു കഴിഞ്ഞാൽ കഷ്ടത ആരംഭിക്കും.
നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ എത്ര അടിയന്തരമോ വലിയ പ്രശ്നമോ നേരിടേണ്ടി വന്നാലും ഇതിലും വലിയൊരു പ്രശ്നമുണ്ടാകുകയില്ല. നിങ്ങൾ ബൈബിളിനെക്കുറിച്ചുള്ള ഈ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ മുഴുവൻ ബൈബിളും സത്യമാണെന്ന് കാണിക്കുന്നതിനുള്ള തെളിവുകൾ ഞാൻ അവതരിപ്പിക്കുന്നു. അത് തീർച്ചയായും നമ്മുടെ സമയം പരിമിതമാണ്. അതിനാൽ കൂടുതൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രമേ എനിക്ക് ഉൾക്കൊള്ളിക്കുവാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ സത്യമല്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ഭാവിയിൽ ഇപ്പോഴും അവശേഷിക്കുന്ന കാര്യങ്ങൾ യേശുവിൻ്റെ കഷ്ടതകളും രണ്ടാം വരവും രക്ഷിക്കപ്പെട്ട ആളുകൾ എപ്പോൾ രൂപാന്തരപ്പെടും എന്നിവയുമാണ്. ഭാവിയിൽ അത് സംഭവിക്കും. അത് എപ്പോൾ സംഭവിക്കുമെന്ന് മാത്രം നമുക്കറിയത്തില്ല. എന്നാൽ മറ്റു കാര്യങ്ങൾ ശരിയാണെന്ന് നമ്മൾ കണ്ടു. അതിനാൽ ബൈബിളിലെ വചനങ്ങൾ സത്യം മാത്രമാണ്. ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുകയും വീണ്ടും ജനിച്ച അനുഭവം ലഭിക്കുകയും ചെയ്യുന്നതിനായി നിങ്ങൾ സുവിശേഷത്തിന് ചെവി കൊടുക്കുകയുമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉപദ്രവത്തിൽ നിന്ന് ഒഴിവാകാം. കാരണം നിങ്ങൾ പരിശുദ്ധാത്മാവിനോടൊപ്പം പോകും. അപ്പോൾ നിങ്ങൾ യേശുവിനെ മധ്യാകാശത്ത് കണ്ടുമുട്ടുമ്പോൾ ഈ ലോകം 7 വർഷക്കാലം പറഞ്ഞറിയിക്കുവാനാകാത്ത രീതിയിലുള്ള ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകും. ദയവായി ബൈബിളിലെ ഈ പ്രസംഗം മറ്റൊന്നും ചിന്തിക്കാതെ കേൾക്കണം. അത് വെറുതെ എടുക്കരുത്. അത് നിസ്സാരമായി എടുക്കരുത്. ഇത് നിങ്ങളുടെ നിത്യ ന്യായവിധിയുമായി അടുത്ത ബന്ധമുള്ള കാര്യമാണ്. അത് നമ്മുടെ നിത്യവിധിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ വചനം ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങയുടെ വചനത്തിൽ അങ്ങ് പറഞ്ഞതല്ലോ, ഈ വാക്യം വായിക്കുന്നവനും കേൾക്കുന്നവനും ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവനും ഭാഗ്യവാനെന്ന്. ഈ ബൈബിളിൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ വാക്യം കേട്ടതെല്ലാം ഈ ലോകത്ത് ഞങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി തരണമേ. ഞങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞങ്ങൾ നിശ്ചയമായി അറിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞങ്ങൾ അറിയുന്നു കർത്താവേ. അതുകൊണ്ട് ഈ വാക്യം ഞങ്ങൾ അതിന് പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയം വിരസവും കഠിനവുമാണ്. അതിനാൽ ഞങ്ങൾ അങ്ങയുടെ വചനം കേട്ടാലും ഞങ്ങളിൽ ചിലർക്ക് വഴിയരികിലെ നിലം പോലെയുള്ള ഹൃദയങ്ങളുണ്ട്. ചിലർക്ക് പാറക്കെട്ടുകൾ പോലെയാണ്. ചിലർക്ക് മുള്ളുകൾ പോലെയാണ്. ഇടിയ ഹൃദയങ്ങളുണ്ട്. അതുകൊണ്ട് ബൈബിളിൽ നിന്ന് ഇതുപോലുള്ള ഭാഗങ്ങൾ കേൾക്കുമ്പോൾ പോലും ഞങ്ങളുടെ ഹൃദയം അവയാൽ പ്രത്യേകിച്ച് ചലിക്കുന്നില്ല. മാത്രമല്ല, ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായും കഠിനമായിരിക്കാം. അങ്ങ് ഞങ്ങളെ നയിക്കണമെന്നും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഫലപുഷ്ടിയുള്ള മണ്ണാക്കി മാറ്റണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വീണ്ടും ജനിക്കുന്ന ഒരനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും അങ്ങയുടെ വചനം സത്യമാണെന്ന് അറിയുവാനും ഞങ്ങൾ അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ഇടവരുത്തണമേ എന്ന് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും മുൻപോട്ടുള്ള എല്ലാ സമയങ്ങളും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.